നിന്നെ ഹായ് പറ. ലൈറ്റ്സ് ഓൺ. നിന്നെ ഹായ് പറ. ഹായ് പറ. നമ്മൾ എവിടെ പോന്നു? ചാച്ച പോന്നു. നീ ഫ്ലൈങ് കിസ് എടുത്തേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആക്ച്വലി ഞാൻ ഡൈപ്പേഴ്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പൊ ഞാൻ ഡൈപ്പറും പിന്നെ എന്ത് വാങ്ങിക്കാൻ, വെറ്റ് വൈപ്സ് വാങ്ങിക്കാനാണ് ഫസ്റ്റ് ക്രൈയിലാണ് പോകുന്നത്. ചാച്ച പറ, ഫസ്റ്റ് ക്രൈ പോകുന്നു പറ. ഹലോ മമ്മീസ് ആൻഡ് ബേബീസ്, ഇന്ന് നമ്മൾ ഫസ്റ്റ് ക്രൈയിലോട്ടാണ് പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഡൈപ്പേഴ്സ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റോക്കായി. അപ്പോൾ അത് റീസ്റ്റോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റേ കൂട്ടിന്ന് തുറന്നു വിട്ട് കിളിയെ പോലെ അവിടെ ഫുൾ കിടന്ന് പറക്കലായിരുന്നു. എന്തൊക്കെ സാധനങ്ങൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. ഞന്നിനെ കണ്ടതൊന്നും ഞന്നുമാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോയത്. അവിടെ ചെന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ എടുക്കലായിരുന്നു. അതും എല്ലാം അവളുടെ ഹൈറ്റിനായിരുന്നു. അവൾക്ക് ഭയങ്കര ഈസി ആക്സസിബിൾ ആയിട്ടുള്ള ഹൈറ്റിനായിരുന്നു എല്ലാ സാധനങ്ങളും. അത് കണ്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ഓർത്ത് മിക്കവാറും ഞങ്ങൾ വാങ്ങാത്ത സാധനത്തിൽ കൂടി ബില്ല് പേ ചെയ്യേണ്ട അവസ്ഥയായിരിക്കും എന്ന്. പിന്നെ ഞാനൊരു കാര്യമുണ്ട്, ഭയങ്കര അനുസരണമുള്ള കുട്ടിയാണ്. എന്ത് സാധനം എടുത്താലും അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ കൊടുത്തു തരും. പിന്നെ ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമായിരുന്നു. എന്തെടുത്തിട്ടും തിരിച്ച് അമ്മ അമ്മ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഫസ്റ്റ് ക്രൈയിൽ സി കണ്ടിട്ടുള്ള ബഹളമാണ്. അവൾക്ക് സി കണ്ടാൽ അറിയാം അതാ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡയപ്പറൊക്കെ വാങ്ങി അവിടെ നേരെ സൂഡിയോയിലോട്ട് പോയി. സൂഡിയോ ചെന്ന് കഴിഞ്ഞപ്പോഴും സെയിം അവസ്ഥയായിരുന്നു. ഞാനിൻ്റെ ഒറ്റ തിപ്പിരി കാണാതെ ഓടി ചെരുപ്പിൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്. അവൾ ചപ്പൽസിൻ്റെ ഷൂസിൻ്റെ ഇടയിലൊക്കെ കിടന്ന് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ അവളെക്കാളും 10 വലുപ്പമുള്ള ചെരുപ്പം പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അവൾക്കത് വേണമെന്ന് പറഞ്ഞിട്ട് കുറച്ചൊക്കെ നേരം അവിടെ നിന്നു. ആ ഗ്രീൻ ചെരുപ്പാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റെപ്പ് കയറി മുകളിലോട്ട് പോയി. അവിടെയായിരുന്നു നമുക്ക് ബില്ല് ചെയ്യാനുണ്ടായിരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോവാണ്. അവിടെ ചെന്നപ്പോഴും അവസ്ഥ എഴുതാണ്ടതൊക്കെ തന്നെ ആയിരുന്നു. ഞാനിനെ ഓടിച്ചിട്ട് പിടിക്കുന്ന പ്രായോഗികമല്ലെന്ന് മനസ്സിലായ ഞങ്ങൾ കുട്ടിയെ തട്ടി തോളി കയറ്റി. പക്ഷെ അവളെ കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അവളെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോകുന്നേ പറയത്തുള്ളൂ. അങ്ങനെ സൂഡിയോയിലെ ഷോപ്പിങ്ങിന് ഞങ്ങളിതേ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഞാൻ ഹാപ്പിയാണോ? ഹാപ്പി പറ. പിന്നെ പുറത്തോട്ട് ഇറങ്ങിക്കാൻ എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമാണല്ലോ. പിന്നെ ഞങ്ങൾ ചെറിയൊരു പീസ് കേക്ക് വാങ്ങി. ആക്ച്വലി ഞാൻ എൻ്റെ 1.5 ഇയേഴ്സിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് സാറ്റർഡേ. സോ നമ്മൾ അവൾക്ക് വേണ്ടി ചെറിയ കേക്ക് വാങ്ങി. അവൾ ഞങ്ങൾക്ക് തന്നിട്ടില്ല, അവൾ തന്നെ സ്വന്തമായിട്ട് അത് കുത്തിപ്പൊളിച്ച് കഴിച്ചു. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ശേഷം. ടാറ്റ ബൈ.